നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ഒരു തീപ്പാറുന്ന പ്രൊമോ തന്നെ വന്നിട്ടുണ്ട് മക്കളെ. കുറച്ച് മുൻപ് നമ്മുടെ ഏഷ്യാനെറ്റിൽ വന്നതായിരുന്നു കേട്ടോ. കണ്ടിട്ട് ശരിക്കും ഞെട്ടിപ്പോയേ. അത് മാത്രമല്ല, ഈ പ്രൊമോയിലൂടെ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്. അതായത് നമ്മുടെ അഗ്നിപരീക്ഷയുടെ ജഡ്ജ് ആരാണ് എന്നുള്ളൊരു തകൃതിയുള്ളൊരു ചർച്ച നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടായിരുന്നല്ലോ. എന്നാൽ ആ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. നമ്മുടെ ജഡ്ജായിട്ട് എത്തുന്നിരിക്കുന്നത് നമ്മുടെ റിയാസ്, അതേപോലെ നമ്മുടെ രഞ്ജിനി ഹരിദാസ്, അഖിൽ മാരാർ. കിടിലം പ്രൊമോ ആണ് കേട്ടോ, ഒന്ന് കണ്ടു നോക്കണേ. ഈ പ്രൊമോയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ അഖിൽ മാരാറുടെ ഒരു ചോദ്യമുണ്ടേ. ബിഗ് ബോസ് വീട്ടിലേക്കുള്ള വാതിൽ തുറക്കാൻ ധൈര്യമുള്ളവർ ആരൊക്കെയാണെന്നുള്ള ആ ഒരു ചോദ്യം. തുടർന്ന് 40 സാധാരണക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 21 ദിവസത്തെ കഠിന മത്സരമാണ് അഗ്നിപരീക്ഷയിൽ നടക്കുക എന്ന് നമ്മുടെ രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട്. 40 മത്സരാർത്ഥികൾ 21 ദിവസത്തെ പോരാട്ടം ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈ 40 മത്സരാർത്ഥികളെ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നും ഇവർ പ്രൊമോയിൽ പറയുന്നുണ്ട് കേട്ടോ. ശാരീരികക്ഷമത മാത്രമല്ല, മാനസിക ശക്തിയും അതേപോലെ ആത്മവിശ്വാസം, നേതൃത്വപാടും ഒക്കെ പരിശോധിക്കുന്ന വിവിധ തരം ടാസ്കുകളൊക്കെ മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. പ്രൊമോയിൽ പറയുന്നത് പോലെ തന്നെ ഈ യുദ്ധം ചെയ്യിക്കുന്ന ഒന്നോ അതിലധികമോ സാധാരണക്കാരായിരിക്കും ഇത്തവണ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുക. അതായത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് മാത്രമായിരിക്കും ബിഗ് ബോസിലേക്കുള്ള ഒരു സുവർണ അവസരം തുറന്നു കിട്ടുക കേട്ടോ. പിന്നെ അടുത്തൊരു ചോദ്യമുണ്ട്, ഇൻട്രോ കാണാതെ ക്ലൈമാക്സ് കണ്ടിട്ട് കാര്യമുണ്ടോ എന്നുള്ളത്. സത്യം കേട്ടോ, പ്രൊമോയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഡയലോഗുകൾ ഒന്ന് തന്നെയാണ് ഇത്. അഗ്നിപരീക്ഷ കാണാതെ നേരിട്ട് ബിഗ് ബോസ് കാണുന്നത് സിനിമയുടെ ഒരു ക്ലൈമാക്സ് കാണുന്നത് പോലെയാണ് എന്നാണ് നമ്മുടെ രഞ്ജിനി ഹരിദാസ് പറയുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ റിയാസ് പറയുന്നുണ്ട്, ടഫ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഞങ്ങളത് ടഫ് ആക്കും. ആ ഒരു എനർജി വേറെ ലെവലാണ് കേട്ടോ അവരുടെ. അതോടൊപ്പം തന്നെ ഇത്തവണ തീപ്പൊരി പാറും, ഇല്ലെങ്കിൽ ഞങ്ങളത് പാറിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഡയലോഗിൻ്റെ ഒരു മാസ്മരികം തന്നെ ഈ ഒരു പ്രൊമോയിൽ അവർ തീർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മത്സരത്തിന്റെ കഠിനത എത്രത്തോളം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രൊമോ കൂടിയാണ് കേട്ടോ ഇത്. അവസാനമായിട്ട് ഈ ഒരു പ്രൊമോയുടെ എൻഡിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഈ മത്സരാർത്ഥികളോട് കാല് പൊള്ളാതെ തീയിലൂടെ നടക്കാൻ സാധിക്കുമോ എന്നുള്ളത് ചോദിക്കുന്നത് മറ്റാരല്ല, നമ്മുടെ ലാലേട്ടൻ തന്നെയാണ് കേട്ടോ. ഒറ്റയ്ക്ക് നിന്ന് തളരാതെ പൊരുതാൻ കഴിയുമോ എന്നൊക്കെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾ മത്സരത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കുന്നതോടൊപ്പം തന്നെ മാനസികമായി ഏറ്റവും ശക്തരായവരെ കണ്ടെത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഈ ഒരു പരീക്ഷയ്ക്ക് ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ് കേട്ടോ. പ്രേക്ഷകരുടെ പ്രതീക്ഷ വാനോളം ഉയരുന്ന രീതിയിലുള്ള ഒരു പ്രൊമോ തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. സാധാരണക്കാരിൽ നിന്ന് പുതിയ ബിഗ് ബോസ് താരങ്ങളെ കണ്ടെത്തുന്ന ഈ ഒരു പുതിയ പരീക്ഷണം പ്രേക്ഷകർക്ക് വലിയൊരു കൗതുകം തന്നെ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അഗ്നിപരീക്ഷയിൽ നിന്ന് ജയിച്ചിട്ട് ആരൊക്കെയാകും വിജയിച്ച് നമ്മുടെ ബിഗ് ബോസ് സീസൺ 8 വീട്ടിലേക്ക് എത്തുക എന്നറിയാൻ ഇനി ഏതാണ്ടും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ആഗസ്റ്റ് 15-ാം തീയതി ആയിരിക്കും നമ്മുടെ അഗ്നിപരീക്ഷ നമ്മുടെ മുന്നിലേക്ക് എത്തുക എന്ന് പറഞ്ഞുള്ള ഒരു പ്രൊമോ ആണ് ഇവിടെ അവസാനിക്കുന്നത്.